അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് SDLC ആണ്. SDLC എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഏതൊക്കെ പ്രോസസ്സിൽ പോയാണ് ഒരു പെർഫെക്റ്റ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് എൻഡ് യൂസറിന് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. SDLCയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ആണ്. റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് അനലിസ്റ്റ് പോയി റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ ടൈപ്പാണ് റിക്വയർമെൻറ്റ്സ് എങ്ങനത്തെയാണ് അതുകൊണ്ടൊരു BRS ഉണ്ടാക്കും. BRS എന്ന് പറഞ്ഞാൽ ബിസിനസ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനാണ്. അതിൽ നിന്നാണ് നമ്മൾ SRS ഉണ്ടാക്കിയെടുക്കുന്നത്. SRS എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനത്തെ റിസോഴ്സസ് ഏത് ടൈപ്പാണ്, സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് എത്ര റിസോഴ്സ് എന്ന് പറയുമ്പം സിസ്റ്റമിൻ്റെ ആകാം, അല്ലെങ്കിൽ എത്ര പേര് ഇതിൽ വർക്ക് ചെയ്യണമെന്നാകാം, എല്ലാം പ്ലാൻ ചെയ്യുന്ന സ്റ്റേജാണ്. ഏത് ഡേറ്റാബേസ് യൂസ് ചെയ്യണം എല്ലാം ആ സമയത്താണ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസൈൻ സ്റ്റേജാണ്. ഡിസൈൻ സ്റ്റേജിൽ ഡെവലപ്പേഴ്സ് ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യും. എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിന് ഒരു ഔട്ട്ലൈൻ. അതിനകത്ത് യൂസർ ഇൻ്റർഫേസ്, അതായത് യൂസർ ഇൻ്റർഫേസ്, സിസ്റ്റം ഇൻ്റർഫേസ് കാണും, നെറ്റ്വർക്ക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്ന് കാണും, ഡേറ്റാബേസ് ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണും. എല്ലാത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യും. അത് വെച്ചിട്ടാണ് അവർ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ബിൽഡിംഗ് സ്റ്റേജ്. ബിൽഡിംഗ് സ്റ്റേജിൽ ഡെവലപ്പേഴ്സ് അവർ പ്രിപ്പയർ ചെയ്ത ഒരു SRSൻ്റെ ബേസിൽ അവർ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് എടുക്കും. അടുത്തത് ടെസ്റ്റിംഗ് സ്റ്റേജാണ്. ടെസ്റ്റിങ്ങിൽ ഡെവലപ്പേഴ്സും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റേഴ്സും ടെസ്റ്റ് ചെയ്ത് അതിൽ ബഗ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. അടുത്തത് ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേജാണ്. ക്ലയൻറ്റിന് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കും. അടുത്ത സ്റ്റേജ് മെയിൻ്റനൻസ് സ്റ്റേജാണ്. അപ്പം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് എൻഡ് യൂസറിൻ്റെ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഡെവലപ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലയൻറ്റ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ 6 months അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് അല്ലെങ്കിൽ ടൈം വച്ചിരിക്കും എത്ര നാളത്തേക്ക് ഉള്ള മെയിൻ്റനൻസ് നമ്മൾ കൊടുക്കുമെന്നുള്ളത്. അപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.